കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ എണ്ണപ്പെടുന്ന ആദ്യത്തെ പേരുകളിലൊന്നായ ലെനിൻ നല്ലൊരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കുമ്പസരിക്കുന്ന നല്ലൊരു കുടുംബത്തിലെ കുട്ടിയാണ്. 1-2 ആഴ്ച പള്ളിയിൽ പോകാതെ നിന്നപ്പം പള്ളിയിലെ വികാരി ഇവനെക്കുറിച്ച് ചോദിച്ചു, ലെനിൻ എവിടെയെന്ന് ചോദിച്ചു. ലെനിൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവന് മടിയായിട്ട് വരാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മടിയായിട്ട് വരാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ വികാരി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവനെ നന്നായിട്ട് അടിച്ച് ശരിയാക്കണം, ഇവനെ ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വികാരി അച്ഛൻ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ പോയിട്ട് അമ്മ അങ്ങനെ ചെയ്തോ എന്നറിയില്ല. ഏതായാലും ലെനിൻ അറിഞ്ഞു, ഇങ്ങനെയാണ് അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞത്, വികാരി ഇങ്ങനെയാണ് പറഞ്ഞത്. അവിടെ മുതലാണ് പള്ളിയോടും വിശ്വാസത്തോടും പിന്നെ അവരുടെ കർത്താവിനോടുമൊക്കെയുള്ള വിശ്വാസം ഈ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പോയതും ആ കുട്ടി നിരീശ്വരവാദിയായി മാറിയിട്ട് പിന്നെ ഒരു ലോകത്തിൻ്റെ നേതൃത്വമായി മാറിയതും ഈ ഒരൊറ്റ സംഗതിയിൽ നിന്നാണ് എന്ന് 1995 വായിച്ചൊരു മാഗസിൻ, ഷാലോം എന്ന് പറയുന്നൊരു മാഗസിൻ അന്ന് വായിച്ച ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്? നേരെ പോയിട്ട് അങ്ങോട്ട് അടിക്കുക, പിടിക്കുക, നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാനൊന്നുമല്ല. പറയേണ്ടത് നല്ല മട്ടത്തിന് പറഞ്ഞു കൊടുക്കുക, അവർക്ക് കൂടി തോന്നണം. ഞാൻ അങ്ങനെ കേട്ടൊരു നല്ലൊരു ഉപദേശം പറയട്ടെ. ഒരു 4-5 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ വലിയ എന്താ പറയുക, വലിയ ടർഫ് കോട്ടുകൾ ഇങ്ങനെ വരികയാണ്. എല്ലാ നാട്ടിലും ടർഫ് കോട്ടുകൾ വരുന്നുണ്ട്. പല പള്ളിയിലും വെച്ചുകൊണ്ട് ഉസ്താദുമാർ ടർഫിനെതിരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ടർഫ് പാടില്ല, വലിയ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ വലിയ തോതിൽ സംഗതി. അതുകൊണ്ടുള്ള ദോഷമുണ്ട്. ആ ദോഷം മിഹ്റാബിൻ്റെ അടുത്ത് എഴുന്നേറ്റ് നിന്ന് വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാർ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അന്നൊരിക്കൽ എൻ്റെ നാട്ടിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് അന്ന് വന്നിരുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ്. അബ്ദുൽ ഹക്കീം അസ്ഹരി ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞുള്ള ഉപദേശത്തിന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ആദ്യം പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ, നല്ല ആരോഗ്യമുള്ള മുഅ്മിനെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വിശ്വാസികൾ നല്ല ആരോഗ്യമുള്ളവരായി മാറണം. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ടർഫ് കോട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പറ്റുന്ന ആളുകൾ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വാങ്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമായാൽ കളി നിർത്തിയിട്ട് പള്ളിയിൽ വന്ന് വുളൂ ചെയ്ത് നിസ്കരിക്കണം. സാധാരണ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടീമുണ്ട്. ഉസ്താദുമാർ പറയും ആരും പോകരുത് എന്ന് പറയും, പക്ഷെ എല്ലാവരും പോകും. അന്നത്തെ ഒരു കഥ എന്താണെന്ന് ചോദിച്ചാൽ, പള്ളി നിറയെ മനുഷ്യന്മാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. എൻ്റെ കൂടെ അന്ന് വണ്ടിയിൽ മറ്റൊരാളുണ്ട്, ഒരു കൗമാരക്കാരനുണ്ട്. 8-9 ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കൗമാരക്കാരനുണ്ട്. അവൻ പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു തമാശയുണ്ട്. ഈ ചെറിയ കുട്ടി എന്നോട് പറഞ്ഞൊരു തമാശയുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, കുറേ കാലത്തിന് ശേഷം ഇന്നൊരു വഴല് കേട്ടു എന്ന് പറഞ്ഞു. കുറേ കാലത്തിന് ശേഷം ഇന്നൊരു വയല് കേട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ വയലിന് അവർ നിൽക്കാറേ ഇല്ല. ഇന്ന് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യം പറയുകയും അതെങ്ങനെ ഉപയോഗപ്രദമാക്കുകയും ചെയ്യണമെന്ന് ഒരു ഖതീബ് പറഞ്ഞു കൊടുത്തപ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ അവരെ സ്വാധീനിച്ചു. അതിൻ്റെ പ്രതിഫലനാണ് ഈ കുട്ടി പറഞ്ഞത്, ഇന്നൊരു വയല് കേട്ടു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചത്. അത് കൽബിൽ ഉറപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം ആദർശം ഉറപ്പിക്കണം നമ്മളെ മക്കൾക്ക് എന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലത്ത് നമ്മളത് നന്നായി ശ്രദ്ധിക്കണം. പക്ഷെ ആദർശം ഉറപ്പിക്കുന്ന സമയത്തും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ആ വിഷയത്തെ സമീപിക്കണം എന്നതാണ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് മാതാപിതാക്കളുടെ മഹത്വത്തെക്കുറിച്ചാണ്. അടുത്തത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത 14-ാമത്തെ ആയത്തിൽ പറയുന്നത് മാതാപിതാക്കളുടെ മഹത്വത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് മാതാപിതാക്കളുടെ മഹത്വം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം? എന്തുകൊണ്ട് മാതാപിതാക്കളുടെ മഹത്വം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം?
ഉമ്മയെക്കുറിച്ച് ബാപ്പ പറയുന്നു, ബാപ്പയെക്കുറിച്ച് ഉമ്മ പറയുന്നു, മാതാപിതാക്കളെക്കുറിച്ച് ഉസ്താദ് പറയുന്നു. അങ്ങനെ പറയേണ്ടതിൻ്റെ കാര്യം എന്താ? ഇന്നത്തെ ലോകത്ത് നമ്മൾ ഏറ്റവും കേൾക്കുന്ന ഒരു വാക്ക് ലിബറലിസം എന്ന് പറയുന്ന വാക്കാണ്. എന്താണ് ഇതിൻ്റെ? ഒരു വരണ്ട തത്വചിന്തയാണിത്. എനിക്ക് ഞാൻ മതി, വേറെ ആരും വേണ്ട, എനിക്ക് ആരോടും കടപ്പാടൊന്നുമില്ല, ഈ ശരീരം എൻ്റേതാണ്, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് അവരെ നിരന്തരമായി ട്യൂഷൻ കൊടുക്കുന്ന, ക്ലാസ് കൊടുക്കുന്ന ധാരാളം സംഗതികൾ നടക്കുന്നിടത്താണ് ഉമ്മയെക്കുറിച്ച് പറയുന്നത്. ലോകത്തിങ്ങനെ വലിയൊരു ടീമുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ ലെനിൻ്റെ പിൻഗാമിയായി വന്നിരിക്കുന്ന ആളുണ്ട്. അദ്ദേഹം അടക്കം ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രായമായ ആളുകൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല, ശാരീരികമായി വൈകല്യമുള്ളവരെ കൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനൊരു പേര് തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊന്നും, വൈകല്യമുള്ള ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, അവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന്മാരുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ പറഞ്ഞത്, നമുക്ക് ഇങ്ങോട്ട് ഉപകാരമൊന്നും ഇല്ലാത്ത ആളുകൾ എന്തിനാ നമ്മൾ ഈ ഭൂമുഖത്ത് വെച്ച് പൊറപ്പിക്കുന്നതെന്നാ. നമ്മുടെ തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ, തേനിയുടെ പ്രാന്തങ്ങളിൽ ഈ അടുത്തും ഇപ്പോഴും ഉണ്ട് ഒരു ദുരാചാരം. അതിൻ്റെ പേരെന്താണെന്നറിയോ? തലൈക്കൂത്ത് എന്നാണ്. തലൈക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? യൂറോപ്പിൽ മാത്രമൊന്നുമല്ല മാതാപിതാക്കളെ പുറന്തള്ളുന്ന സമീപനമുള്ളത്, നമ്മുടെ നാട്ടിലും. അവിടെ നിന്ന് ഇസ്ലാം നമ്മളെ മാറ്റിയെടുത്തതാണ്. തലൈക്കൂത്ത് എന്ന് പറഞ്ഞാൽ പ്രായമായി ജോലി ചെയ്യാൻ കഴിയാതെ, പണം സമ്പാദിക്കാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന മാതാപിതാക്കളെ ശാസ്ത്രീയമായി കൊല്ലുന്ന പരിപാടിയാണ് തലൈക്കൂത്ത് എന്ന് പറയുന്നത്. പ്രായമായി ഇനി നമുക്ക് അങ്ങോട്ടാ പൈസ ചിലവാകുന്നത്, മരുന്നിന് പൈസ കൊടുക്കണം, ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകണം, ഭക്ഷണം കൊടുക്കണം, എപ്പോഴും പ്രശ്നങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? ഈ ചിന്ത വരുന്നിടത്താണ് പിന്നെ നമ്മൾ ഈ മക്കൾ ചിന്തിക്കുന്നത്, ആ കാലത്തെ മക്കൾ, അല്ലെങ്കിൽ ഇപ്പോഴും അവിടെയുള്ള മക്കൾ, ഇനി വരെ വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഗ്രാമമുഖ്യൻ്റെ അടുത്ത് പോകും. ഗ്രാമമുഖ്യൻ്റെ അടുത്ത് എന്നിട്ട് പറയും, അമ്മയെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, അച്ഛനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, തലൈക്കൂത്തിന് ഡേറ്റ് വേണമെന്ന് പറയുമ്പോൾ ഗ്രാമമുഖ്യൻ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പറ്റുന്നൊരു നല്ല ഡേറ്റ് കുറിച്ച് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗ്രാമത്തിൽ മൊത്തം ഇത് വിളിച്ചു പറയും, എല്ലായിടത്തും ഇന്ന ആളുടെ തലൈക്കൂത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ മയ്യത്ത് കാണാൻ പോവില്ലേ, അതുപോലെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കാണാൻ ഗ്രാമം മൊത്തം വരും. ഓരോ ദിവസവും ഈ ഡേറ്റ് ആകുന്നത് വരെ വരും. ഡേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ വരും. അയാൾ വന്നു കഴിഞ്ഞാൽ രാത്രി ഈ മനുഷ്യനൊക്കെ തൻ്റെ കിടക്കപ്പായയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് വീടിൻ്റെ മുറ്റത്തോ സൗകര്യപ്രദമായ സ്ഥലത്തോ ഒരു കസേരയിലോ സ്റ്റൂളിലോ ഇരുത്തിയിട്ട് തലയിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ നന്നായി തേച്ച് പിടിപ്പിച്ച് പുലരുവോളം വെള്ളം ഒഴിക്കുകയാണ്. ആ മനുഷ്യൻ ഈ വെള്ളം ഇങ്ങനെ മേലിങ്ങനെ വീണിട്ട് വല്ലാതെ വിറക്കുന്ന സമയത്തും ഇയാൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും, തല തോർത്തൂല. അത് കഴിഞ്ഞ് ഒരുവിധം തളർന്നു വരുമ്പോൾ പിന്നെ കൊണ്ടുപോയിട്ടൊരു പാ വിരിച്ച് അവിടെ കിടത്തിയിട്ട് ഇയാൾക്ക് പിന്നെ കുടിക്കാൻ കൊടുക്കും. കുടിക്കാൻ കൊടുക്കുന്നത് ഇളനീർ വെട്ടിയിട്ട്, ഒന്നിലധികം ഇളനീർ ഒരു മനുഷ്യൻ്റെ വയറിൽ കൊള്ളാവുന്നതിനേക്കാൾ അപ്പുറത്ത്. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കുപ്പിത്തട്ട് എന്ന് പറയുന്നൊരു സാധനം. കുപ്പിത്തട്ട് അങ്ങനെ പറയാറുണ്ട്. മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ സാധനം. അതുപോലെയുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് വായിലേക്ക് തുരുതുരാ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അമിതമായി പൊട്ടാസ്യം പള്ളയിലെത്തുകയും ശരീരത്തിലെത്തുകയും ചെയ്ത് ശരീരത്തിൻ്റെ ഉള്ളിലും പ്രശ്നമാകുന്നു, പുറത്ത് ഈ വലിയ തോതിൽ ഈ തണുപ്പ് വന്നിട്ട് പ്രശ്നമായി മാറുന്നു. എന്നിട്ട് ഈ മനുഷ്യന് ന്യൂമോണിയ ബാധിക്കുന്നു. ഒരുപക്ഷെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് അയാൾ മരിക്കുന്നു. നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അങ്ങനെയാണ്. ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ടാകും. അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആകെ ചെയ്യുന്നൊരു പണി എന്താണ്? കേസെടുക്കും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തു നിൽക്കും. പോസ്റ്റ്മോർട്ടത്തിൽ ആകെ വരുന്നത് ന്യൂമോണിയ ബാധിച്ചു മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാ ചെയ്തതെന്നൊന്നും ഒരു രേഖയിലും ഇല്ല. കാരണം ഇത് അവിടെ ആ ഗ്രാമങ്ങളിലെ ഇപ്പോഴും നടന്നു വരുന്ന ഒരു എന്താ പറയുക, അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൊല രീതിയാണ്. ഇതിന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങോട്ട് ഗുണം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് എന്നുള്ള ഈ യൂറോപ്യന്മാരുടെ ചിന്ത ഇവിടെ നമ്മുടെ നാട്ടിലും ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് അതിൽ നിന്നാണ് നമ്മുടെ ഈ വരണ്ട തത്വശാസ്ത്രങ്ങളൊക്കെ വരുന്നത്. ഞാൻ, എൻ്റെ ലോകം, എൻ്റെ സുഖം, എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എനിക്കുള്ളത്, അതിൻ്റെ അപ്പുറത്തില്ല എന്ന് പറയുന്ന ചിന്ത വരുന്നത്. അവിടെയാണ് അല്ലാഹു തആല ലുഖ്മാനിലെ 14-ാമത്തെ സൂറത്തിൽ പറയുന്നത്, പിന്നെ മോനെ നിൻ്റെ പിന്നെ മാതാപിതാക്കളെക്കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണേ, മാതാപിതാക്കളെക്കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണം. എന്താണ് മാതാപിതാക്കളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. നീ ഇന്ന് കാണുന്ന ഈ ഒരു രൂപമായിട്ട് ഇപ്പം മാറിയത്, മോനെ നിന്റെ ഉമ്മ വേദനയ്ക്കുമേൽ വേദനയും ത്യാഗത്തിൻ്റെ മേൽ ത്യാഗവും സഹിച്ച്, കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് കൊണ്ടാണ് മോനെ. എന്നിട്ട് 2 വർഷം നീ മുല കുടിച്ചതിന് ശേഷമാണ് നീ ഒന്ന് മെല്ലെ നിൽക്കാനായത്. ഫിസാലുഹു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ള കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ഒരു പിരിച്ചിലില്ലേ, ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്നുള്ള നിന്റെ പിരിച്ചിൽ വരുന്നത് 2 കൊല്ലം 24 മാസം മുല കുടിച്ചതിന് ശേഷമാണ്. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാകണം കേട്ടോ. അത് മക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്, അതിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. എന്നിട്ട് പറയുന്നുണ്ട് വേറൊരു വലിയ സംഗതി പറയാണ്. അതെന്താ പറയുന്നത്? അത് കഴിഞ്ഞതിന് ശേഷം നേരെ വിശുദ്ധ പിന്നെ ഖുർആൻ പറയാണ്, ഇനി ഉമ്മ ബാപ്പ, അമ്മ അച്ഛൻ ആരാവട്ടെ, അവർ നിന്നോട് പറയാണ് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ നീ ആ പ്രലോഭനത്ത് കുടുങ്ങാൻ പാടില്ല. നമ്മളെ കുട്ടികൾ പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആ മക്കളൊക്കെ പലപ്പോഴായിട്ട് ഒരു പ്രേമത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മതം മാറുകയാണ്. ഒരു പ്രേമത്തിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകെട്ടിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് സൂറത്തുൽ ലുഖ്മാനിലെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ശ്രദ്ധിക്കണം, ഇനി ആര് നിന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും, തെറ്റായ കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടായാൽ പോലും മോനെ നീ ആ കാര്യങ്ങളിൽ പോകാൻ പാടില്ല. നീ നേരത്തെ അടിയുറച്ചു നിന്നിരിക്കുന്ന ആ തൗഹീദിൽ തന്നെ നീ അടിയുറച്ചു നിൽക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറയാണ്. അതുപോലെ അങ്ങനെയാണ്. ഇനി ഉമ്മയും ബാപ്പയും ഒക്കെ ഒരു പക്ഷേ മറ്റൊരു രീതിയിലാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാകും. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ പിന്നെ വന്നതോ മറ്റോ ആണ്. അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം? ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മോനെ നിന്റെ ഉമ്മയെ നീ മാനിക്കണം, ബഹുമാനിക്കണം, അവരെ പരിഗണിക്കണം, അവരെ ബഹുമാനിക്കണം. അവരൊരു പക്ഷെ മാറിപ്പോയി എന്നാൽ പോലും നമ്മളിത് ശ്രദ്ധിക്കണം. ഞാൻ കുറേ മുമ്പേ ഇവിടെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്തൊരു കാര്യം പറഞ്ഞിരുന്നു. ആ കാലത്ത് ഇങ്ങനെ ഈ മതം മാറ്റം വലിയ തോതിലുള്ള സമയമാണ്. പെൺകുട്ടികളെ ആരൊക്കെയോ കെണി ഒപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ആര്യ സമാജത്തിലും മറ്റും കൊണ്ടുപോയി മതം മാറ്റിയിട്ട് പല കുടുംബങ്ങളും വിഷമിച്ച സമയത്താണ്. അന്ന് ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മക്കളെ, ആ മക്കളുമായിട്ടുള്ള ചെറിയ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ നിലനിർത്തണം. കാരണം ഏത് സമയത്തും ചിലപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയൊന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ, എൻ്റെ ബാപ്പയൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു എന്ന് പ്രയാസങ്ങൾ വരുന്ന ഘട്ടത്തിൽ അവർക്ക് തോന്നുമ്പോൾ ഒരു പക്ഷേ വിളിക്കാനുള്ളൊരവസരം അവിടെ ഉണ്ടാക്കി വെക്കണം. തീരെ വാതിൽ കൊട്ടിയടക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നത്തെ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ 2 മക്കൾ നഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ഇതുവരെ ഒന്നും പറയേ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് കേട്ടു നോക്കിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു വഴിയാണ് നല്ലത് എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മുറ്റത്ത് വെച്ച് അന്ന് പൊട്ടിക്കരയാണ്. നമ്മളിങ്ങനെ തീരെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ മക്കൾ പലരും പിന്നെ ആത്മഹത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നിടത്തേക്കോ എത്തിപ്പോകുന്നത്. നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യല്ല, മറിച്ച് എന്ത് ചെയ്യണം? ഒരു ചെറിയ ഒരു നൂൽപ്പാലം അവിടെ ഉണ്ടാവുക എന്നത് ആവശ്യമാണ്. അതാണ് ഇസ്ലാം പറഞ്ഞത്. നിന്റെ ബാപ്പയും ഉമ്മയും ഒരു പക്ഷേ അപ്പുറത്ത് വേറൊരു വിശ്വാസത്തിലാണ്. അങ്ങനെ ആണെങ്കിലും നീ അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം,
അവർക്ക് ഭക്ഷണത്തിന് വകയില്ലേ, നീ അത് കൊടുക്കണം, നീ അതിനുള്ള വിഷയങ്ങൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുമാത്രം വലിയൊരു ബന്ധമാണ് ഈ ബാക്കിയുള്ള ഈ പിന്നെ കാര്യത്തിനൊക്കെ ആദർശത്തിന് ഇത്രമേൽ വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക് എന്ന് പറയുന്ന ഖുർആൻ തന്നെ പറയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന മാതാക്കളോട് പോലും മോനെ നീ നല്ല രൂപത്തിൽ പെരുമാറണേ എന്നിട്ട് പറയാണ്, നീ എന്ത് ചെയ്യണം, ഒരു കാര്യം ചെയ്യണം, നീ ഒരു കാര്യം അറിയണം. നല്ല പാറയുടെ ഉള്ളിൽ ഒരു മിസ്കാലു ഹബ്ബ, ഒരു ചെറിയ കടുകുമണിയുടെ അത്രയുള്ള ഒരു സംഗതി ഒരു പാറന്റെ ഉള്ളിലാണ്, എന്നാ പോലും അത് അല്ലാഹു കാണുന്നുണ്ട്. ഇനി ഭൂമിയിലോ ആകാശത്തോ ഒളിപ്പിച്ചു വെച്ച സംഗതി പോലും അല്ലാഹു കാണുന്നുണ്ട്. എന്തിനാ കുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? മോനെ നീ പോയിട്ട് നമ്മളാരും കാണാതെ ആരും അറിയാതെ നീ നിൻ്റേതായ മൊബൈൽ ഉപയോഗപ്പെടുത്തിയിട്ട് പോൺ വീഡിയോ കാണുകയാണ്. നീ പോൺ വീഡിയോ കാണുകയാണ്. നിന്റെ റൂമിൽ വാതിലടച്ചിട്ട് നീ പോൺ വീഡിയോ കാണുമ്പോൾ വേറെ ആരും നിന്നെ കാണുന്നൊന്നുമില്ല. പക്ഷെ മോനെ അറിയണേ, അള്ള കാണൂട്ടോ, അള്ള ഇത് കാണുന്നുണ്ട് മോനെ. നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ അടക്കം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ള കാണുന്നുണ്ട് എന്നത് കുട്ടികളുടെ കൽബിലിട്ട് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയാണ് ഇത് അള്ളാഹു കാണുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം, എല്ലാ മക്കളോടും നമ്മൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയണം. നിസ്കാരം മക്കളിൽ ശീലിപ്പിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ വേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മക്കളെ ബാപ്പ പള്ളിയിലേക്ക് വരുമ്പോൾ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പെൺകുട്ടികൾ ഉമ്മൻ്റെ കൂടെ അത് ശീലിക്കുക എന്നുള്ളതാണ്. നമ്മളിതിന് സ്നേഹത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, 13 വയസ്സ് മുതലോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയോ മുമ്പെയോ ഉള്ള കുട്ടികളാണെങ്കിലും അവരെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതിലേക്ക് എത്തണം. ഒരു വ്യക്തിത്വത്തെ നമ്മൾ ആ വ്യക്തിയായി രൂപപ്പെടുന്നത് നമ്മൾ മാനിക്കുകയും അവരെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. നമ്മൾ പലരും ഒരു തീരുമാനം എടുത്തു, കല്യാണം നടക്കുക, പുരയിൽ മക്കൾക്ക് റോളൊന്നുമില്ല, പുര ഉണ്ടാക്കുകയാണ്, പ്ലാന് വാപ്പുണ്ടാക്കി, എഞ്ചിനീയറെ വാപ്പ ഏൽപ്പിച്ചു, കോൺട്രാക്ടർ ആയിട്ട് കരാറായി, എന്നിട്ട് ജോലി ചെയ്യാന്നല്ലാതെ മക്കളോടും കൂടി ഒന്ന് ആലോചിക്കണം. മോനെ നമ്മൾ പുരൻ്റെ പണി തുടങ്ങുകയാണ്, മോളെ നമ്മൾ പുരൻ്റെ പണി തുടങ്ങുകയാണ്, ഇങ്ങനെ 4 റൂമാണ് ആകെ കണ്ടത്, നമുക്കിങ്ങനെ 3 ഇങ്ങനെ റൂം, ബാക്കി ആരെങ്കിലും ഒന്ന് വന്നാൽ ഇങ്ങനെ ഒരു റൂം, അങ്ങനെയൊക്കെ കണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ മക്കളോടൊന്ന് പറയണം. സൂറത്തു സാഫാത്തിലെ 102-ാമത്തെ വചനമുണ്ട്. സൂറത്തു സാഫാത്തിലെ 102-ാമത്തെ വചനം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു വലിയൊരു കാര്യം അറിയിച്ചു കൊടുത്തു. അവർക്ക് പ്രായാധിക്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നൽകിയ കുഞ്ഞിനെ കൗമാരത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയം അള്ളാഹു തആല പറയാണ്, കുട്ടീനെ അറക്കണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് അപ്പടി നടപ്പിലാക്കുന്ന ബാപ്പയാണ്. ആ ബാപ്പ എന്താ ചെയ്തതെന്നറിയോ? ഇസ്മായിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിന്നെ അള്ളാന്റെ നിർദ്ദേശമുണ്ട്, നിന്നെ അറുക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആ സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ബാപ്പ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ ചെയ്തോളൂ. എന്തിനാ ഈ കുട്ടിയോട് ഇങ്ങനെ അറുക്കാനുള്ള ഈ കൽപ്പന ബാപ്പ പങ്കുവെക്കുന്നത്? എന്തിനാ? നമ്മളെ പഠിപ്പിക്കാനാ, നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. വീട്ടിലെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ചെറിയതും വലിയതുമായ മക്കൾക്കും ഭാര്യക്കും ഒക്കെ അവസരം കൊടുക്കണം. അവരുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം. വീടകം ഒരു സ്വർഗമായി മാറുകയും മക്കൾ നമ്മുടേതായി മാറുകയും ചെയ്യും. അല്ല, നമ്മളൊരു അവസരവും കൊടുക്കുന്നില്ല, അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ അവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കേൾക്കാൻ പറ്റുന്നിടത്തേക്ക് ഒരു പോകും. അങ്ങനെയാണ് കലാലയത്തിലൊക്കെ ഈ പ്രേമൊക്കെ പൊട്ടിമുളക്കുന്നത്. പൊരേന്ന് സ്നേഹമൊന്നുമില്ല, ബാപ്പ ഒന്നും കേൾക്കൂല, ഉമ്മ കേൾക്കൂല, ആരും പറഞ്ഞാൽ ഒന്നും അനുസരിക്കൂല. ഇങ്ങനെ വരുന്നിടത്താണ് പിന്നെ അല്ലാത്തടത്തേക്ക് പോവുക. ഞാൻ ഇന്നലെ കുറേ പെൺകുട്ടികൾക്കൊരു ക്ലാസ് എടുത്തു, ഇന്നലെ വൈകുന്നേരം. ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആൺകുട്ടിയോട് ചെറിയൊരു അടുപ്പം തോന്നി എന്ന് വിചാരിക്കാം. നിങ്ങളെ കൽബിൽ എപ്പോഴോ അങ്ങനെ ആ കുട്ടി തരക്കേടില്ല അല്ലെങ്കിൽ അവന് തരക്കേടില്ല എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട് ഇത് തുറന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു.
ഒരു കുട്ടി പറഞ്ഞു ഞാൻ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ കിട്ടുന്നൊരു ഗുണമുണ്ട്. നിങ്ങൾ ആ കുട്ടിയുടെ ബാഹ്യമായ സൗന്ദര്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അവൻ വരികയാണെങ്കിൽ ആ കുടുംബത്തെ പരിഗണിക്കണം, അവനെ പരിഗണിക്കണം, സ്വഭാവം നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അത് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. അവർക്ക് നിങ്ങളുടെ ഈ കാര്യത്തിൽ പോലും ഏറ്റവും നല്ല വഴി പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലും തുറന്നു പറയാൻ മനുഷ്യന് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ഈ ചിന്തയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സൂറത്ത് പറയുന്നത്? സൂറത്ത് യൂസുഫില് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നില്ലേ? മനുഷ്യനതൊക്കെ ഉണ്ടാകും, ഈ ചിന്ത ഒക്കെ ഉണ്ടാകും. ആ ചിന്തയും ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ ഉമ്മയോട് പറയാൻ, ബാപ്പയോട് പറയാൻ ഒരു കുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അവർ മറ്റാരോടോ പോയിട്ട് പറയും. വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പങ്കുവെക്കാൻ ആരുമില്ല, അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല, വേറൊരു നല്ല രൂപത്തിൽ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. അപ്പം ഏതെങ്കിലും ഒരു ചങ്ങാതി കൈ കാണിക്കുമ്പോൾ അവൻ്റെ കൂടെ, അല്ലെങ്കിൽ വേറെ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പം അവരുടെ കൂടെ ആ കുട്ടികൾ പോകുന്നിടത്തേക്കെത്തും. നമ്മളാണ് മാറേണ്ടത് എന്നാണ് കുട്ടികളെ പരിപാലിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവരെ അംഗീകരിക്കുക എന്നതാണ്. അവരുമായിട്ട് നമ്മൾ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അതിലൂടെ നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. നിസ്കാരം നമുക്ക് അവരെ ശീലിപ്പിക്കാം, ബാക്കി കാര്യങ്ങൾ ശീലിപ്പിക്കാം. ഇതെല്ലാം കൽപ്പിച്ചോണ്ടല്ല, നമ്മൾ ചെയ്താൽ മതി. ബാപ്പ ഉമ്മയോട് നല്ലോണം പെരുമാറുകയാണ്, എന്നാ പിന്നെ കുട്ടിനെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനും കോഴ്സിനും ഒന്നും കൊണ്ടുപോയി വിടണ്ട. ബാപ്പ ഉമ്മനോട് നല്ല നിലക്ക് പെരുമാറുകയാണ്. ഉമ്മ ബാപ്പയോട് സ്നേഹത്തോടെ പെരുമാറുന്ന പൊരയാണെങ്കിലേ ആ പൊരയിൽ ജനിച്ച് വളരുന്ന കുട്ടികളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലായി മാറും. കാരണം ബാപ്പയാണ് അവരുടെ റോൾ മോഡൽ, ഉമ്മയാണ് റോൾ മോഡലായി മാറുന്നത്. നമ്മൾ വയല് പലപ്പോഴും പറയുകയും ആ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നിസ്കാരം കുട്ടികളെ ശീലിപ്പിക്കണം. അത് നമ്മൾ പറഞ്ഞു ഉപദേശിച്ചല്ല, അല്ലാതെ ചേർത്ത് പിടിച്ചങ്ങനെ വേണം. അതുപോലെ ഈ മക്കളെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്ന്, ആ രൂപത്തിൽ മാറണമെന്ന് ലുക്മാൻ അലൈഹിസ്സലാം കൗമാരക്കാരനോട് പറയാം. ഞാനിതിങ്ങനെ ഓതി നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംഗതി എന്താണെന്നറിയോ? ഈ ചെറിയ കുട്ടിയോട് അപ്രായത്തിലെ മോനെ നീ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ നാട്ടിൽ ഇന്ന് പല മഹല്ലുകളിലും ഒരു പ്രശ്നമുണ്ട്. ആ മഹല്ലിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു പള്ളി കമ്മിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ പള്ളിയുടെ മദ്രസയുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിയുടെ ആളുകൾ അവരിങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അവർ ചെറുപ്പക്കാരായ കുട്ടികളെ ഉയർത്താൻ ആവശ്യമായ ഒരു പണിയും ചെയ്യൂല. നാട്ടിൽ SSFൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ SSFൻ്റെ കമ്മിറ്റി ഇവർ പറഞ്ഞു, പള്ളീൻ്റെ പരിസരത്ത് വേണ്ട, മദ്രസൻ്റെ പരിസരത്ത് വേണ്ട, അത് നിങ്ങൾ വേറെ എവിടെ കൊണ്ടുപോയി നടത്തിക്കോ, ഇവിടെ അതൊന്നും പറ്റൂല, ഇവിടെ ഞങ്ങൾ ഉണ്ടായാൽ മതി. നമ്മളെ കുട്ടികൾ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപഴകുന്നത് പഠിക്കുക? എങ്ങനെയാണ് നന്മ ഉപദേശിക്കാൻ, തിന്മ വിരോധിക്കാൻ നമ്മുടെ മക്കൾ എങ്ങനെയാണ് പാകപ്പെടുക? അതിനുള്ള സംവിധാനങ്ങളെ, ഓർഗനൈസേഷൻസിനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കുട്ടികളെ ശീലിപ്പിക്കണമെന്നാണ് സൂറത്തു ലുക്മാനിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മുടേതാക്കി മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അതിന് ശേഷം പറയുന്നുണ്ട്, മിതത്വം വരുന്നുണ്ട്. അതുപോലെ ശബ്ദം എങ്ങനെയാന്ന് പറയുന്നുണ്ട്, എങ്ങനെയാ ശബ്ദം വേണ്ടത്. ചിലപ്പോൾ കാണുന്നില്ലേ ബാപ്പനോട് ചാടുന്നത്, ഉമ്മനോട് ചാടുന്നത് കേട്ടിട്ടില്ലേ? ഈ പ്രായം തുടങ്ങുമ്പോഴേ പറയാ, മോനെ നീ നിന്റെ ശബ്ദം ക്രമീകരിക്കണേ. ഏറ്റവും മോശപ്പെട്ട ശബ്ദം അത് കഴുതൻ്റെ ശബ്ദ. അങ്ങനെ വേണ്ട, മോനൊരു മിതമായ ശബ്ദത്തിൽ വേണേ. നമ്മളും അങ്ങനെ ശീലിക്കണം. മക്കളോട് ചാടരുത്, ഭാര്യയോട് ചാടരുത്. നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോണ സമയത്ത് ഒരു കാറിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബേബി ഓൺ ബോർഡ്. അങ്ങനല്ലേ കാണാൻ? അങ്ങനെ ഒരു ബോർഡ് ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ കുഞ്ഞുണ്ട്, നിങ്ങൾ ഹോൺ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ,
നിങ്ങൾ വല്ലാതെ ശല്യം ചെയ്യരുതേ എന്നാണെങ്കിൽ നമ്മളതൊന്നും നോക്കൂല. നമ്മളെന്ത് ചെയ്യും? ചില ആൾക്കാർക്ക് അതൊരു മാനിയാണ് ഈ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് കണ്ട് നമ്മളെ കുട്ടികൾ വണ്ടിയിലുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിയും ഈ ഹോൺ അടിക്കുന്നത് ശീലാക്കി മാറ്റും. ബാപ്പ ഉമ്മയോടും അയൽവാസികളോടും കയർത്ത് സംസാരിക്കുന്ന ബാപ്പയാണോ? മക്കളെങ്ങൾ ഒരു സ്കൂളിലും കൊണ്ടുപോയി ചേർത്തണ്ട, കുട്ടികൾ തന്നെ ആയിക്കോളും. പക്ഷേ ചെറുപ്പത്തിലേ പറയാണ്, മോനെ നീ നിന്റെ സംസാരത്തിൽ മിതത്വം പാലിക്കണം, സംസാരം നീ നല്ല പോലെ നോക്കണം. നീ ജനങ്ങളോട് പെരുമാറുമ്പം വലാ തുസഹിർ ഹദ്ദക്ക, നിന്റെ കവിള് കോട്ടാൻ പാടില്ല. ജനങ്ങളോട് വളരെ പ്രസന്ന വദനനായിട്ട് മോനെ നീ പെരുമാറണം. എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണം. നീ ആരോടും മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. ജനങ്ങൾക്ക് ഇടയിൽ നീ ജീവിക്കുമ്പം അഹങ്കാരം പാടില്ല. കഴിഞ്ഞ ഇതേ നോമ്പ് കാലത്താണല്ലോ താമരശ്ശേരി പരിസരത്ത് പിന്നെ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഒരു കുട്ടിയെ കൊന്നത്. കഴിഞ്ഞ നോമ്പിനാണ് തുടക്കത്തിൽ. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേറൊരു കുട്ടിയെ അടിച്ചിങ്ങനെ തല പൊട്ടിക്കണം കൊല്ലണമെന്ന് തോന്നിയെടുത്ത് കത്തുന്നത് എങ്ങനെയാ? ഞാൻ പറയും അത് വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന്. വീട്ടിൽ നിന്നാണ് വരുന്നത്. ബാപ്പയും ഉമ്മയും ബാക്കിയുള്ളവർ പറയും പോയി അടിച്ചോളിടാ, തകർക്കണം, ഒറ്റൊന്നിനും വിടാൻ പാടില്ല. ഈ രൂപത്തിൽ നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ഒരു ട്രംപ് ഉണ്ട്. ഉള്ളിലൊക്കെ ഒരു ട്രംപ്. ഈ ഒരു ചങ്ങാതി ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കിടന്ന് ഇബിലീസാകുന്ന ഈ സാധനം കിടന്നിട്ട്, ഇബിലീസിന്റെ പുതിയ പേരാട്ടോ, അതിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നമ്മളിടാണ് അഹങ്കാരിയാക്കിയിട്ട് മാറ്റുക. ഞാനാ വലിയ ആള് എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു അഹങ്കാരിയാ റമദാൻ 15 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും കൂടിയിട്ട് അവിടെ നിന്ന് 2 ചെറിയ കുട്ടികൾ പനവെട്ടും പോലെ വെട്ടി താഴെ ഇട്ടത്. അന്നത്തെ ആ ഡൊണാൾഡിന്റെ പേരാണ് അബൂജഹൽ എന്ന്. യുദ്ധമൊന്നും വേണ്ടാന്ന് കൂടുള്ളവർ പറഞ്ഞു. കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് എത്തുകയാണ്, നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു പറ്റൂല, ഞങ്ങൾ ഈ അഹങ്കാരമൊക്കെ തീർക്കാമെന്നും പറഞ്ഞിട്ട് പോയതാ. കുറച്ചാൾ തിരിച്ചു പോന്നു, ബാക്കിയുള്ളവർ നേരെ പോയി. അള്ളാഹു താല കൊടുത്ത പണി എന്താണെന്നറിയോ? അള്ളാഹു താല കൊടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വലത്തും ഇടത്തും 16 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ, മുഅവ്വിദും മുആദും, അഫ്രായുടെ 2 മക്കൾ. ഇവരെ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല. ആ കുട്ടികളാണ് പെട്ടെന്ന് ചോദിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട്, യാ അമ്മി തഅരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? എന്തിനേന്ന് വെച്ചു. ഒന്ന് കാണാനാ, മുത്തുനബിൻ എങ്ങനെ ചീത്ത പറയലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുത്തപ്പോഴേക്ക് കുട്ടികൾ പോകുന്നു, വെട്ടുന്നു, താഴെ ഇടുന്നു, പന വീഴും പോലെ വീണു. അയാൾക്ക് അനങ്ങാൻ അവസരം കൊടുത്തില്ല അല്ലാഹു തആല. കഴുത്ത് പിന്നെ മുറിച്ചു മാറ്റുന്നത് ഒരു ചെവി പണ്ട് ഇതേ കിങ്കരൻ മുറിച്ച സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഖുർആൻ ഓതിയതിന്റെ പേരിൽ, കഅബയുടെ പരിസരത്ത് പോയതിന്റെ പേരിൽ, കഅബയുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയതിന്റെ പേരിൽ ചെവി മുറിച്ചെടുത്തു ഈ കിങ്കരൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ കാണുന്ന അഹങ്കാരിയുടെ കഴുത്ത് മുറിക്കുന്നത്. അല്ലാഹു തആല പറയാണ്, മോനെ നീ അഹങ്കാരം, ജനങ്ങളുടെ മുമ്പിൽ അഹങ്കരിക്കാൻ പാടില്ല, നിനക്ക് അഹങ്കാരം പാടില്ല. ഇത് ചെറിയ കൽബിൽ നമ്മൾ ഇട്ടുകൊടുക്കണം. മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല സതുപദേശം, മോനെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അഹങ്കാരം തീരെ പാടില്ല. അള്ളാഹുവിന് അഹങ്കാരികളെ ഇഷ്ടമല്ല. അപ്പം ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിച്ച് വളരെ നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പോകണം. മനുഷ്യരോട് നല്ല നിലക്ക് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സൂറത്തിൽ തന്നെ 12 ഉപദേശങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്തൊക്കെ മക്കൾക്ക് കൊടുക്കേണ്ടത്, ആ ഉപദേശം കൊടുക്കേണ്ട കോലവും പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെ ആവണം, യാ ബുനയ്യ. ഒരു കാര്യം കൂടി പുതിയ എന്താ പറയുക, സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ? മക്കളെ മുഖാമുഖം ഇങ്ങനെ ചിലപ്പോൾ നമ്മളെ തീൻമേശയുടെ പരിസരത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചില കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുണ്ട്. അങ്ങനെ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കഥ പറയുന്ന രൂപത്തിൽ പറയാൻ. അതിപ്പോൾ പുതിയ കാലത്തെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കാറുള്ള ആളാണ്, ചെറിയ വണ്ടിയുള്ള ഒരു 4 ചക്രമുണ്ട്. ആ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പം ബാപ്പ ഡ്രൈവ് ചെയ്യുന്നു, മോൻ അപ്പുറത്തിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞാൽ മതി. ഇപ്പം മുഖാമുഖാകുന്നില്ല.
എന്ത് ചെയ്യുന്നു? ഇപ്പുറത്ത് ഇരിക്കുന്നു മോന്, ഇപ്പുറത്ത് ബാപ്പ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങളും, പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. ബാപ്പ പള്ളീൻ്റെ അടുത്തെത്തുമ്പോൾ വണ്ടി നിർത്തുന്നു. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ച് പോകുക എന്ന് ബാപ്പ പറയുന്നു. എന്നിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു. ഇത്തിക്കാഫിന് പള്ളിയിലേക്ക് വരുമ്പോൾ ബാപ്പ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. ബാപ്പ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഓതുന്നു. ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മക്കളെ പരിപാലിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവരെ പരിഗണിക്കുക എന്നതാണ്. 2, ആ മക്കളെ സ്നേഹിക്കുക എന്നതാണ്. നമ്മൾ സ്നേഹം കൊടുത്താൽ വേറെ ഇടുന്നു, പിന്നെ അവർ വാങ്ങാൻ പോവില്ല. കുറച്ച് അവരെ മുമ്പിൽ ഒരു സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സുതാര്യമായിട്ട് തുറന്ന് സംസാരിക്കുന്നിടത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുക. ഇങ്ങനെ നമ്മൾ പോയാൽ അൽഹംദുലില്ലാ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. വളരെ സന്തോഷകരമായിട്ട് വളരെ നല്ല നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അവസാനമായി ഒറ്റ കാര്യം, ഒരു ദുആ നമ്മൾ പതിവാക്കണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ, എൻ്റെ ഭാര്യമാരിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയേകേണമേ. ഞങ്ങളെ മക്കളെ നീ നല്ലവരാക്കി മാറ്റേണമേ. നല്ലവരുടെ ഇമാമുമാരായിട്ട് അവരെ നീ മാറ്റേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നല്ല മക്കളുടെ ബാപ്പയായിട്ട് എന്നെ മാറ്റേണമേ. ബാപ്പ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരമ്പരകൾ നല്ലവരായിട്ട് എന്നെ നീ മാറ്റേണമേ. ആ ദുആ നമ്മോട് പതിവായി ചെയ്യാൻ അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ കാര്യത്തിൽ ചെയ്യേണ്ടത്. ദുആ വേണം, പ്രവൃത്തി വേണം, ശ്രദ്ധ വേണം. പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയ ശാഖയാണ്. നന്നായി നമ്മൾ പഠിക്കുകയും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകും. നല്ല മക്കൾ മോശമായി പോകും. കഴിഞ്ഞ ജനുവരി 12 ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു, ജനുവരി 12 ഞായറാഴ്ച. ഇക്കഴിഞ്ഞ ജനുവരി അല്ല, അതിന് മുമ്പത്തെ ഞായറാഴ്ച. 19-ാം തീയതി ആയപ്പോഴേക്ക് വൈകുന്നേരം നമ്മൾ പെട്ടെന്നൊരു വാർത്ത കേട്ടു. ആ കേട്ട വാർത്ത എന്താണ്? നമ്മുടെ ഈ താമരശ്ശേരി പരിസരത്ത് ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയായിരുന്നു. ക്യാൻസറിന് ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുന്നിടത്തേക്ക് വന്നിട്ട് വലിയ വാക്കത്തി കൊടുവാളെടുത്തിട്ട് ആ ഉമ്മയെ വെട്ടിക്കൊന്നു എന്നാണ്. ഞാൻ പറഞ്ഞ അതേ കുട്ടിയായിരുന്നു ഇവിടെ വന്നിട്ട് ഉമ്മനെ കൊല്ലുന്നത്. 2019-ലോ 18-ലോ ആയിരുന്നു ആ ഉമ്മയും മോനും കൂടി എൻ്റെ അടുത്ത് വന്നത്. ആ ഉമ്മ മോനെ പറ്റി ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഉസ്താദേ, എൻ്റെ മോൻ വളരെ നല്ല മോനായിരുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ കുറേ ഗുണങ്ങൾ പറഞ്ഞു. 10ാം ക്ലാസ് വരെ നല്ല കുട്ടി. അവൻ അടുത്തുള്ളൊരു ഷോപ്പിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് അവന് കൂലി കിട്ടിയപ്പോൾ ഉമ്മക്ക് എന്തൊക്കെയോ സമ്മാനങ്ങളുമായി വന്ന കഥയൊക്കെ പറഞ്ഞിട്ട് ഉമ്മൻ്റെ കണ്ണു നിറഞ്ഞു. എനിക്കന്ന് പെരുന്നാളായിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എൻ്റെ മോൻ കൈവിട്ടു പോയിട്ടുണ്ട്. ഓൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്നെ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നെ ആക്രമിക്കുന്നുണ്ട്. ഉള്ള വീടിൻ്റെ ആധാരം അവന് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് വിറ്റുകൊണ്ട് അവന് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഞാൻ എങ്ങോട്ട് പോകും ഉസ്താദേ? അപ്പം ഇത്ര നല്ല കുട്ടി പിന്നെ ഈ മാറ്റം വന്നത് എങ്ങനെയാ? ആ ഉമ്മ പിന്നെ ഒരു സാധു ഉമ്മയായതുകൊണ്ട്. ആ കുട്ടി 11ാം ക്ലാസ് 12ാം ക്ലാസ്സിൻ്റെ സമയത്ത് മയക്കുമരുന്നിൻ്റെ ഇടയിൽപ്പെട്ടതാണ്. നമ്മളറിയാതെ നമ്മുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ടീം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വയല് കേട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ. നന്നായിട്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധ വേണം. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളായി മാറിയാൽ അൽ മാലു വൽ ബനൂൻ, നല്ല മക്കൾ, അത് സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്കത് തീരാ നഷ്ടമായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ.